തിരിച്ചു വരാം. ഇപ്പോൾ ശ്രീ സക്കറിയ ജോർജ്, മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മോടൊപ്പം ചേരുന്നു. സക്കറിയ ജോർജ്, ഇപ്പോൾ മന്ത്രി അല്പം മുമ്പും പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് സർക്കാരിന് മുന്നിൽ ഒരു പരാതി വന്നാൽ മാത്രം, സർക്കാരിന് മുന്നിൽ ഇത്തരത്തിലൊരു പരാതി വന്നിട്ടില്ല, ഈ പരാതി വന്നാൽ മാത്രം നടപടി സ്വീകരിക്കാം ഈ വിഷയത്തിൽ. അതായത് മറ്റൊരു ന്യായവാദം എന്ന് പറയുന്നത്, ഇത് ഈ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ ബോഡിയാണ്. അവിടെ അവരുടെ പക്കലിരിക്കുന്ന റിപ്പോർട്ടിൽ സർക്കാരിന് ഒന്നും ചെയ്യാനില്ല, ഞങ്ങളാരും ഇത് വായിച്ചിട്ടില്ല, ഇങ്ങനെ ഒരുപാട് വാദങ്ങളാണ് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് ഈ ഇത്തരത്തിൽ പറയുന്നത്. ഇതിലെന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടും സർക്കാർ തന്നെ നിയോഗിച്ച ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ടും നിയമപരമായ സാധ്യതയുള്ള ഒരു കമ്മിറ്റിയും ഒക്കെ ഉള്ളപ്പോൾ, തെളിവുകളും മറ്റുമുണ്ട് എന്ന് വ്യക്തമാകുമ്പോൾ എന്തുകൊണ്ട് സർക്കാർ ഇങ്ങനെ നിലപാടെടുക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയാസ്പദമായ സാഹചര്യമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ ഭരണം എന്ന് പറയുന്നത്, ഗവേണൻസ് പറയുന്നത് ഒരു വെൽഫെയർ സ്റ്റേറ്റിന്റെ ഭാഗമായിട്ടുള്ള ഗവേണൻസ് ആണ്. അവിടെ ഗുഡ് ഗവേണൻസ് ആണ് ആവശ്യം. ഗുഡ് ഗവേണൻസിന്റെ അകത്ത് പ്രധാനപ്പെട്ട 2 ക്രൈറ്റീരിയൻ, ഒന്ന് ഗ്രേറ്റർ അക്കൗണ്ടബിലിറ്റി ആൻഡ് അടുത്തത് ട്രാൻസ്പെറൻസി. ഗ്രേറ്റർ ട്രാൻസ്പെറൻസിയും വേണം, ഗ്രേറ്റർ അക്കൗണ്ടബിലിറ്റിയും വേണം. പിന്നെ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഒരു ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പോലീസിന്റെ കീഴിലാണ് നിൽക്കുന്നതെങ്കിലും സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ഉള്ള ഒരു കാര്യമാണ്. ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ ഉണ്ട് ഉദ്യോഗസ്ഥന്മാർ. എല്ലാ ജില്ലയിലും അതിന് യൂണിറ്റ് അധിപന്മാരുണ്ട്. എല്ലാ ഗ്രാമങ്ങളിലും പോലീസ് കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ദിവസവും മുഖ്യമന്ത്രിയുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ADGP ഇന്റലിജൻസ് അവിടെ ചെല്ലുമ്പം അദ്ദേഹത്തിന് പറയാമല്ലോ, ഇങ്ങനൊരു കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ഇവിടെ സ്ത്രീകളെ പീഡിപ്പിക്കുന്നുണ്ട്. കാര്യം വിമൻ വെൽഫെയർ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തോട് ADGP ഇന്റലിജൻസിനോട് ഇങ്ങനെ കേൾക്കുന്നു. അതുപോലെ തന്നെ വട്ടിക്കോള് ഇവിടെ ഡ്രഗിന്റെ പ്രശ്നമുണ്ട്. നമ്മൾ കണ്ടു, എറണാകുളത്ത് DJ പാർട്ടികൾ നടക്കുന്നു. സിനിമയുമായി ചേർന്നുള്ള ഇഷ്യൂസിൽ ഡ്രഗിന്റെ കാര്യം പറയുന്നുണ്ട്. 2 കേരള താരസുന്ദരികള് 2 പേര് അപകടത്തിൽ മരിച്ചു, ഹോട്ടൽ 18-ലെ പാർട്ടി കഴിഞ്ഞതിന് ശേഷം. ഇതൊക്കെ എല്ലാം നമ്മുടെ കേരളത്തെ നടുക്കിയ കാര്യങ്ങളാണല്ലോ. അപ്പം എന്തുകൊണ്ട് നമ്മുടെ ഇന്റലിജൻസ് സിസ്റ്റത്തിനെ ഉണർത്തുന്നില്ല? അടുത്തത് ഇവിടെ വനിതാ കമ്മീഷനുണ്ട്. സ്ത്രീകളുടെ മൊത്തം സംരക്ഷണം നോക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നവരാണ്. അവരുടെ പദവി എന്ന് പറയുന്നത്, ചെയർപേഴ്സന്റെ പദവി എന്ന് പറയുന്നത് ക്യാബിനറ്റ് റാങ്ക് ആണ്. ശമ്പളം ക്യാബിനറ്റ് റാങ്കിന് ചേർന്നുള്ള ശമ്പളമാണ് വാങ്ങിക്കുന്നത്. മെമ്പേഴ്സ് ഉണ്ട്. മെമ്പേഴ്സിന് ഡെപ്യൂട്ടി സ്പീക്കറിന്റെ പദവിക്ക് അടുത്താണ്. അപ്പൊ ഇവരൊക്കെ എന്താ ഇവിടെ ചെയ്യുന്നത്? ഈ ഹേമ കമ്മീഷൻ വരാതെ തന്നെ വനിതാ കമ്മീഷന്റെ ജോലിയാണല്ലോ ഇവിടെ കേരളത്തിലെ സ്ത്രീകൾ സുരക്ഷിതരാണോ, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അതിൽ ഏതിലൊക്കെയാണ് ലീഗൽ ആക്ഷൻ വേണ്ടുന്നത്, ആ ലീഗൽ ആക്ഷൻ അതിനകത്തൊരു ഫ്രെയിംവർക്ക് വേണ്ടേ? ഞാൻ വനിതാ കമ്മീഷൻ ഡയറക്ടറായിട്ട് ഇരുന്നാണ്. അതൊരു സിവിൽ കോടതിയാണ്. കോടതി ഇതുവരെ അവിടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലൊക്കെ ആണെങ്കിൽ പരിധിയുള്ള സാറിന്റെ കാലഘട്ടത്തില് തുടക്കത്തില് ഒരു കോർട്ട് ഹോളയിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒന്നും ഇതൊന്നും കാണുന്നില്ല. ഇതൊക്കെ അവർ ചെയ്യണം. സാക്ഷികളെ വിളിച്ചു വരുത്തണം. അവർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. അവരിത് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് ഉചിതമായ ശിക്ഷ അവർക്ക് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. പിന്നെ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മുഖ്യമന്ത്രി എപ്പോഴും അദ്ദേഹം പറയുന്നുണ്ട്, നിയമസഭയിലും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പുറത്തും പറയുന്നുണ്ട്, മടിയിൽ കനമുള്ളവന് വഴിയിൽ ഭയപ്പെട്ടാൽ മതി എന്നുള്ളത്. അത് നിയമസഭയിൽ പറഞ്ഞാണ്, നമ്മളെല്ലാവരും കേട്ടതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഗവൺമെന്റിന് ഒരു ഭയവും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് പുറത്തു കൊണ്ടുവരണം. ഇതിനകത്ത് സ്റ്റേറ്റ് ഓഫ് കർണാടക വേഴ്സസ് സാക്രി വാസു എന്ന് പറഞ്ഞ കേസുണ്ട്. സാക്രി ശിവണ്ണ, സാക്രി വാസു അല്ല, സാക്രി ശിവണ്ണ. ആ കേസിനകത്ത് വിമന്റെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി പറഞ്ഞാണ് നമ്മൾ അനുസരിക്കണം. പക്ഷേ തീർച്ചയായിട്ടും ഈ ഇരയുടെ പറയരുതെന്നേ ഉള്ളൂ. വേട്ടക്കാരന്റെ പേര് പുറത്തു വരാമല്ലോ. പ്രതികളെ പുറത്തിപ്പം കാണിക്കുന്നുണ്ടല്ലോ, കുറ്റവാളികളെ. അപ്പൊ അവരെ എന്തുകൊണ്ട് പുറത്തു കൊണ്ടുവരുന്നില്ല? അവരെ പുറത്തു കൊണ്ടുവരണം. ഇപ്പൊ ഞാൻ പറയുന്നു, പ്രധാനപ്പെട്ട കേസുകളിലെല്ലാം ഹൈക്കോടതി വിധിയിൽ വരുന്നത് സ്ത്രീ വിക്ടിമായ ഇരയായാൽ അവിടെ XX എന്നാണ് എഴുതുന്നത്. അപ്പൊ ഇതിനകത്ത് ഏറെ പേരുണ്ടെങ്കിൽ XX1, XX2, XX3, XX4 എന്ന് പറഞ്ഞ് നമ്പർ ചെയ്തിട്ട് അവരുടെ പേര് മാസ്ക് ചെയ്യാം. അവരെ ഉപദ്രവിച്ചവരുടെ പുറത്തു വരട്ടെ. അവര് പുറത്ത് ആരാണെന്നുള്ള കാര്യം മനസ്സിലാകട്ടെ. അത് പൊതുജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമാണല്ലോ. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് മാത്രമല്ല, അല്ലാതെ തന്നെ റൈറ്റ് പറയുന്നുണ്ട്. പിന്നെ പേര് ഇൻഹിബിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിർഭയ കേസിനകത്ത് നമുക്കറിയാം യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ പേര് നിർഭയ എന്നല്ല. ഇപ്പൊ ഇന്നലെ നമ്മൾ കൽക്കട്ടയിലെ അഡ്വക്കേറ്റ്സ്, ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് ഒക്കെ അവിടെ തെരുവിലിറങ്ങി. അത് ജസ്റ്റിസ് ഫോർ അഭയ എന്ന ഒരു ഒരിക്കലും
അതിലെ മരിച്ചുപോയ അവരുടെ പേര് അഭയ എന്നല്ല. അവര് ഇത് മാസ്ക് ചെയ്തുകൊണ്ട് രാജ്യത്തെ നിയമത്തെ ബഹുമാനിച്ചുകൊണ്ട് മറ്റൊരു പേര് ഇതിലേക്ക് പൊതുസമൂഹത്തിന്റെ ഒരു സിമ്പതിയും ആകർഷണവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ പോലെ ഇത് ചെയ്യണം. ഇനി അടുത്തത്, ഇവിടെ കല്ലുവാതുക്കലില് മധ്യ ഹൂച്ച് ട്രാജഡിയുടെ ഇത് നിയമസഭാ കമ്മിറ്റിയിൽ വെബ്സൈറ്റിലുണ്ട്. അതുപോലെ തന്നെ സോളാർ സ്കാമിന്റെ ശിവരാജൻ കമ്മീഷന്റേത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഉണ്ട്. അപ്പൊ 5 വർഷമായിട്ട് ഇത് എന്തിനാണ് ഇവിടെ പൂഴ്ത്തിവെക്കുന്നത്? നിയമസഭയെ വെച്ചിട്ട് നിയമസഭ സൈറ്റിൽ വരട്ടെ. സാർ, ആദ്യം വിവരാവകാശ പ്രകാരം ഒരു ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചപ്പോൾ, വിവരാവകാശ പ്രകാരം റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തത് 2020 ആവശ്യപ്പെട്ടപ്പോൾ സർക്കാരിന്റെ വാദം അത് ഈ നിയമസഭയിൽ വെക്കാനുള്ള റിപ്പോർട്ടാണ്, സഭയിൽ വെക്കുന്നതിന് മുൻപ് അത് പുറത്ത് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 വർഷമായി. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ കല്ലുവാതുക്കൽ ദുരന്തം, മോഹൻകുമാർ കമ്മീഷന്റെ റിപ്പോർട്ട് നമുക്കറിയാം, ഒപ്പം സോളാർ കമ്മീഷൻ ശിവരാജന്റെ റിപ്പോർട്ട് നമുക്കറിയാം. അത്തരം റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരികയും നിയമസഭയിൽ വരികയും പൊതുസമൂഹം ചർച്ച ചെയ്യുകയും ഈ പ്രതികളാക്കപ്പെട്ട രാഷ്ട്രീയതാക്കളുടെയൊക്കെ പേര് വിവരങ്ങൾ എത്രയോ നമ്മൾ പല തവണ ചർച്ച ചെയ്ത് അവരെ മുള്ളിൽ നിർത്തിയതാണ്. ഇവിടെ അതിലും വലിയ വമ്പന്മാരാണ്, ഇവരുടെ പേരുകളാണ് ഈ റിപ്പോർട്ടിലുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമുക്ക് അതിന്റെ വ്യക്തതയില്ല. പക്ഷെ പേരെടുത്ത് പറഞ്ഞ് അവരുടെ വാട്സപ്പ് ചാറ്റുകളടക്കം അവരുടെ രഹസ്യമായി ചിത്രീകരിച്ച ഈ ഇരകൾ ചിത്രീകരിച്ചെന്ന് പറയപ്പെടുന്ന വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അവരുടെ ഫോൺ കോളുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതൊക്കെ കൃത്യമായി സർക്കാരിന്റെ മുന്നിൽ ഉള്ളപ്പോൾ ആണ് ഇത് പുറത്തുവിടണ്ട തീരുമാനം, ഈ പേജുകൾ ഒഴിവാക്കി ഇവരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. അപ്പൊ അതൊരു വെസ്റ്റേൺ അല്ലേ? ഈ ആൾക്കാരും വമ്പനും കൊമ്പനും ഒന്നുമല്ല, എല്ലാവരും നിയമത്തിന് വിധേയമാണ്. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. പിന്നെ BR കപൂർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് കേസിനകത്ത് പറഞ്ഞിട്ടുണ്ട്, കൺട്രി ഹാവിംഗ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് സുപ്രീം, നോബഡി ഈസ് എബോവ് ഓർ ബിയോണ്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. രാജ്യത്ത് ഇറങ്ങി വെച്ച നിയമത്തിന് മേളിൽ ആരുമില്ല, വമ്പനുമില്ല, കൊമ്പനുമില്ല. സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇവിടെ വമ്പനൊന്നുമല്ല, ഇവിടെ സംരക്ഷിക്കേണ്ടത് സ്ത്രീകളുടെ പിന്നെ മാനമാണ്. അവരെ സംരക്ഷിക്കണം. അവരുടെ തൊഴിലിടങ്ങളിൽ അവർ ഫ്രീ ആയിട്ട് അവർക്ക് സഞ്ചരിക്കാനും അവർക്ക് അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിൽക്കാനും ഉണ്ടാക്കുന്നത് സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഡ്യൂട്ടി ബൗണ്ട് ആയിരിക്കണം, സ്റ്റേറ്റ് അത് ചെയ്യണം. ഇനി മാത്രമല്ല, നിയമസഭയിൽ വെച്ചിട്ട് വെബ്സൈറ്റിൽ വരണം. നാളത്തെ ഒരു നിയമ വിദ്യാർത്ഥി അവർ ഈ പ്രൊസീജിയർ പഠിക്കണം. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്താണ് എന്ന് അവർക്ക് പഠിക്കാനുള്ള അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. നാളെ വേറൊരു ആൾക്ക് റിസർച്ച് ചെയ്യണം. ഒരു ലോ സ്റ്റുഡന്റിനോ അല്ലെ ആർക്കെങ്കിലും സോഷ്യൽ പിന്നെ ഇത് പഠിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഒരാൾക്ക് സോഷ്യൽ എഞ്ചിനീയറിംഗ് അവർക്ക് പഠിക്കാനുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിത്ത് സ്പെഷ്യൽ എംബസിസ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിനി ആർട്ടിസ്റ്റ് ഇൻ ദ ഫിലിം ഫീൽഡ് എന്ന് പറഞ്ഞ് അവർക്ക് റിസർച്ച് ചെയ്യാനും ഇത് ഇവിടെ ഇടണം. കാര്യം 1 കോടി ചില്ലുവാൻ